കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരനായി ഫ്ലെക്സ് വന്നു എന്നുള്ളൊരു കാര്യം പറയുകയാണ്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ കെ സുധാകരൻ വരുന്നു എന്നതാണ് ഉള്ളടക്കം. CK വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. CK, സുധാകരൻ അങ്ങ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. പക്ഷേ അനുയായികളെല്ലാം തന്നെ പ്രതീക്ഷയിലാണ്. ഫ്ലെക്സ് വരെ വന്നിരിക്കുന്നു അല്ലേ? പക്ഷേ ഫ്ലക്സ് വളരെ സുരക്ഷിതമായ ഫ്ലക്സ് ആണ്. അതിലെ വാചകങ്ങൾ നോക്കിയാൽ ഒരു കാര്യം അറിയാം, പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ കെ സുധാകരൻ വരുന്നു എന്നാണ്. അത് പ്രചരണം നയിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണോ, അതോ ഇനി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയാണോ എന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കണ്ണൂർ DCC ഓഫീസിന്റെ മുന്നിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വരികയും ചെയ്തത്. ഇന്ന് രാവിലെ ഡൽഹിയിൽ 9:30 അധികം വൈകാതെ തന്നെ ഇപ്പോൾ ചർച്ചകൾ ആരംഭിക്കും. ഇന്നലെ രാത്രി അദ്ദേഹം പോകുന്നില്ല എന്നൊരു വിവരമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചത്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പോലുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചെല്ലാതിരുന്നാൽ അത് വലിയ അച്ചടക്ക ലംഘനമായി മാറും എന്നുകൂടി കാര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കെ സുധാകരന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് വെച്ചത് എന്നാണ് കരുതുന്നത്. അതിനു പുറമെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അധികം വൈകാതെ തന്നെ ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവുക. മത്സരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് അദ്ദേഹത്തെ മത്സരിക്കുന്നതിൽ പിന്മാറ്റണം എന്നാണ് പൊതുവിൽ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ അദ്ദേഹം നിലവിൽ MP കൂടിയാണ്. ഏതെങ്കിലും രീതിയിൽ മത്സരിക്കുകയും പിന്നീട് ഈ മണ്ഡലം വിജയിക്കുകയും ചെയ്താൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന കനത്ത ബാധ്യത കൂടി കോൺഗ്രസിന്റെ തലയിലേക്ക് വരും. ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത്, പാർലമെന്റ് മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് വീണ്ടും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയായി മാറും. അതുകൊണ്ട് പൊതുവിൽ ഒരു നയം, അതായത് MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന നയം ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് കെ സുധാകരനെ പാർട്ടിയുടെ പ്രചരണത്തിനും മറ്റും ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനാണ് സാധ്യത.